നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് വിക്രത്തിന്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യുവാണ് ഡോക്ടർ ഇഷിത. അങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. വിക്രം ശബ്ദമില്ലാതെ കരയുവാണ്. ആ സമയത്ത് ഇഷിത പറഞ്ഞു, ഇത് ഇപ്പൊ തന്നെ കഴിയുമെന്ന് പറയാണ്. അല്ല, ശരിക്കും പറഞ്ഞാല് വേദന ഇല്ലായിരുന്നെങ്കിലോ ഒന്ന് ഓർത്തു നോക്കാനായിട്ട് വിക്രത്തോട് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ശരിയാ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഒരു പക്ഷെ അവളില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം ഞാൻ ഇങ്ങനെയായി മാറില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്ക് വേദയെ പണ്ട് മുതലേ അറിയാം. അവൾ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അവളുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടുകാര് ഉറപ്പിക്കുന്ന വിവാഹം, അതിന് സമ്മതിക്കാമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചേ. അതിന് നേരെ വിപരീതമായിട്ടല്ലേ സംഭവിച്ചത്. വിക്രം വേദയുടെ കഴുത്തി താലിയാർത്തി. ആ കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതെ, ഞാനും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാ ഞാൻ. പക്ഷേങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നെ എപ്പോഴോ ഞാൻ അങ്ങനെ ആയി മാറിയെന്ന് പറഞ്ഞു. എങ്ങനെയായി മാറിയെന്ന് അത് കേട്ടതും വിക്രത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരിതായി. വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ. അത് കേട്ടതും ഇഷിത പറഞ്ഞു, എനിക്ക് മനസ്സിലായി വിക്രത്തിന് ഉള്ളിൽ എന്താന്ന്. ഇപ്പൊ ശരിക്കും വിക്രത്തിന് വേദയോട് ഇഷ്ടമുണ്ടല്ലേ എന്ന് ചോദിച്ചു. അതങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, ആഹാ വേദയോ, രാവിലെ തന്നെ പോന്നോന്ന് ചോദിച്ചു. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് വിക്രത്തിന്? ഒരു പ്രശ്നമില്ല, ടെൻഷൻ അടിക്കേണ്ടതായ ഒരു കാര്യമില്ല. ബുള്ളറ്റൊക്കെ നീക്കം ചെയ്തായിരുന്നല്ലോ ഇന്നലെ തന്നെ. വിക്രത്തിന് വെച്ചു, വേദനയുണ്ടോയെന്ന് ചോദിച്ചു. ആ സമയം വിക്രം പറഞ്ഞു, പിന്നെ ബുള്ളറ്റ് കയറിയ മുറിവുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സുഖമല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദം പറഞ്ഞു, സാരമില്ല, 2 ദിവസം കൊണ്ട് ഏകദേശം ഭേദമാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ വേദയ്ക്ക് ചായ എടുക്കാന്ന് പറഞ്ഞു. വേണ്ട, ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞോട്ട് ഡോക്ടർ ഇഷിത അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല ദീപ്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിച്ചു. എന്ത്? അല്ല, വരുണിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് എന്നെ ആയിരിക്കുമല്ലേ സംശയം. ഞാനാണ് ആ കൊല ചെയ്തതെന്നും പറഞ്ഞായിരിക്കും ഇരിക്കുന്നതല്ലേ. അത് പിന്നെ അറിയാം, എനിക്കറിയാം. ദീപ്തിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് പറയാൻ മേലായിരുന്നോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അത് കേട്ടതും വേദ പറഞ്ഞു, അതിന് ഇനി സമയമുണ്ടല്ലോ വിക്രം, ഞാൻ പറഞ്ഞോളാം. വിക്രം അത് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. വിക്രത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അന്ന് രാവിലെയും കൂടെ എനിക്ക് വരുൺ മെസ്സേജ് അയച്ചതാ. ഈ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് വിക്രം എൻ്റെ അടുത്തേക്ക് വരും. അതൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർക്കുമ്പോഴത്തേനും വിക്രത്തിന് കണ്ണ് നിറഞ്ഞു വന്നു. പിന്നീട് വിക്രം വരുണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അതൊക്കെ ഓർത്ത് വേദയോട് പറയാണ്, ഞാൻ അവനെ അവസാനമായിട്ട് കണ്ട ദിവസം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നിൽ. ദീപ്തി അവനെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. മലയ്ക്ക് പോയി വന്നതിന് ശേഷം അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന് വാക്ക് കൊടുത്ത പാവം ആരുടെയോ കത്തിമനെ തീർന്നു. ഇതൊരു ട്രാപ്പാ വേദേ. ഇതിൻ്റെ പിന്നിൽ ആ പുളിക്കനുണ്ട്, അവനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയണം. അവനറിയാം സത്യങ്ങളൊക്കെ. കാരണം അവനും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അവനാണ് ഒറ്റ കൊടുത്തിരിക്കുന്നത്. ഞാനാണ് ഈ കൊല ചെയ്തതെന്ന് വിളിച്ചു കൂവിയത് അവനാ. പക്ഷേ എങ്കിൽ അവനറിയാം ഇത് ചെയ്ത ആരാന്ന്. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ശ്രീനിവാസ് സാർ എന്താണെങ്കിലും അറിയും. ശ്രീനിവാസ് സാർ എന്താണല്ലോ പുളിക്കനെ പിടികൂടും. പുളിക്കനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആരെന്നറിയാനായിട്ട് സാധിക്കും. വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, വേദയ്ക്ക് എന്നിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല, എനിക്ക് വിക്രത്തിനെ അറിയാലോ. വിക്രം ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കും. ഞാനില്ലേ കൂടെ. തൽക്കാലത്തേക്ക് ഇപ്പം ഇവിടെ തന്നെ കഴിയുക. പോലീസാണെങ്കിലും വാസുവിൻ്റെ ഗുണ്ടകളാണെങ്കിലും പുറത്ത് കിടന്ന് പരകുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പിടികൊടുത്തുകൂടാ. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നെല്ലാം പുറത്ത് കൊണ്ടുവരണം. വിക്രം നിരപരാധിയാന്നുള്ള കാര്യങ്ങൾ തെളിയിക്കണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതിന് അത്ര പെട്ടെന്നൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ നോക്കട്ടെ. എന്താണെങ്കിലും വിക്രത്തിനെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ വേദയുടെ മുഖത്തേക്ക് വിക്രം ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം താൻ പോയി കണ്ട് സംസാരിച്ച വേദയല്ല ഇപ്പം സംസാരിക്കുന്നത്. അവളുടെ മനസ്സിൽ തന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം വിക്രം തിരിച്ചറിയുമായിരുന്നു. ആ സമയം വിക്രം ചോദിച്ചു, എന്തിനാ വേദ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഞാനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാണ്ടിരിക്കുന്നതല്ലേ നീ? പിന്നെ നീ എന്തിനാ എന്നെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നേ? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം ഈ കാര്യമൊന്നും ഓർത്ത് വിക്രം വിഷമിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വന്നു. ഇഷിത രണ്ടുപേർക്കും ചായ കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ, ഇപ്പം എന്താണെങ്കിലും വേദ ധൈര്യമായിട്ടിരിക്കും. ഇവിടെയാ ഉള്ളതെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലോ.
ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല രാജേട്ടനോടും അവരോടൊക്കെ ഒന്ന് പറയണമായിരുന്നു. വേദ പറഞ്ഞു, തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട, ജോസഫിന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ കൂടെയാണ് വിക്രം ഉള്ളതെന്നുള്ള കാര്യം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരോടും പറയണ്ടാന്ന്. കാരണം ഒരു പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരും, വാസവൻ്റെ ആൾക്കാർ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ കഴിയുന്ന നല്ലതെന്ന് പറഞ്ഞു. ഈ സമയം വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, വിക്രത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇഷിത പറഞ്ഞു, വിക്രം ഇവിടെ സേഫ് ആയിരിക്കും, ഇവിടേക്ക് ആരും അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് വിക്രത്തെ ആശ്വസിപ്പിച്ചു. പിന്നീട് വേദ പറഞ്ഞു, തൽക്കാലം ഞാൻ പോവുക, ഇനി ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാലോ. സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതോടെ വരെ വിക്രം ഒളിവിലായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ അവിടുന്ന് വിക്രത്തെ ആശ്വസിപ്പിച്ചിട്ട് പോകുകയാണ്. ആ സമയത്ത് വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദയെക്കുറിച്ചുള്ള ചിന്തകൾ വരികയാണ്. പാവം, തനിക്ക് വേണ്ടിയിട്ട് കുറെ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. രാത്രി വന്ന് തന്നെ രക്ഷിക്കാനായിട്ട് വന്നു. ഒരു പക്ഷെ വേദ ഇല്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനും. വേദയ്ക്ക് തന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം വിക്രത്തിന് അറിയായിരുന്നു. അതേ സമയത്ത് ശ്രീകാന്തും വാസവനും ഒക്കെ തോട്ടത്തിൽ മുഴുവൻ അരിച്ചു പൊറുക്കുകയാണ്. അവിടെ മുഴുവൻ നോക്കിയിട്ട് അവിടെ എങ്ങും വിക്രത്തിന്റെ പൊടി പോലും കണ്ടില്ല. ഈ സമയം വാസവൻ പറഞ്ഞു, അവൻ എങ്ങോട്ട് രക്ഷപ്പെട്ടു പോയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, മിക്കവാറും അവനെ രക്ഷിച്ചുകൊണ്ട് പോയി കാണുമെന്ന് പറയാം. ആര്? അല്ല, മിക്കവാറും കള്ളൻ കപ്പലിൽ തന്നെ ആ വഴിയുണ്ട്. അവളാണോന്ന് അറിയത്തില്ലല്ലോ. വേദയോ? അതെ, മിക്കവാറും അവളാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ഇനിയിപ്പോൾ ആ ശ്രീനിവാസിന്റെ ആൾക്കാരെങ്ങാനും ആണോ? ഏയ്, അങ്ങനെ ആ വഴിയില്ല. ശ്രീകാന്ത് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ എന്നൊക്കെ പറയാം. അവൻ എന്താണെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവൻ്റെ കാലിൽ ബുള്ളറ്റ് അല്ലെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും തറഞ്ഞു കയറിയിട്ടുണ്ട്. അവനിപ്പോൾ ആ ബുള്ളറ്റ് നീക്കം ചെയ്യാണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമല്ലോ. അങ്ങനെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വഴിക്ക് അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിൻ്റെ മനസ്സിലെ ചിന്തകൾ പതിവിലും വിപരീതമായി. വേദ രാവിലെ കാറൊക്കെ കഴിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? ഇനിയിപ്പോൾ വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് പോയത് അവളാണോ? കാറിനകത്ത് വല്ല ബ്ലഡ് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അവൾ കഴിയത് എന്നൊരു ചിന്ത ശ്രീകാന്തിൻ്റെ മനസ്സിലുണ്ട്. അവൾ ഇന്നലെ രാത്രി എങ്ങോട്ടേലും പോയോ? പക്ഷെ താന് സന്തോഷത്താ കിടന്നുറങ്ങിയതുകൊണ്ട് അതൊന്നും അറിഞ്ഞത് പോലുമില്ല. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവളാണോ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ അറിയാൻ തന്നെ തീരുമാനിച്ചു. അതേ സമയത്ത് മാഷും കമലയൊക്കെ നല്ല ടെൻഷനിലാണ്. മാഷ് കമലയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കണം, അവൻ എവിടെയാ എങ്ങനെയൊന്നും അറിയത്തില്ലോ. കമല പറഞ്ഞു, അതെ മാഷേ, എൻ്റെ മോനെ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവനത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവനെ എങ്ങാനും പോലീസിൻ്റെ കൈ കിട്ടുമോ അല്ലെങ്കിൽ ആ വാസവൻ്റെ കൈ കിട്ടുവാണെങ്കിൽ വെറുതെ വിടത്തില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, അവനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അവൻ നമ്മുടെ മോനല്ലേ, അവന് തെറ്റ് ചെയ്യില്ല എന്ന് ഇപ്പം എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് പറയണം. അതേസമയം ശ്രീനിവാസനെ കാണാനായിട്ട് രാജേട്ടന് ജോസഫൊക്കെ ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് ശ്രീനിവാസനോട് പറഞ്ഞു, വിക്രത്തെക്കുറിച്ചൊരു വിവരമില്ല, അവനെക്കുറിച്ച് ഇതായിട്ട് ഒരു അറിവും കിട്ടിയിട്ടില്ല, അവൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഇനിയിപ്പോൾ ആ വാസവൻ്റെ ആൾക്കാരെങ്ങാനും അവനെ കൊണ്ടുപോയി കാണുമോ? അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അതെ, നല്ല സംശയമുണ്ട്, വാസവൻ്റെ ഗുണ്ടകൾ അവനെ പിടികൂടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അല്ല, പുളിക്കനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേന്ന് ചോദിച്ചു. ഇല്ല, അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അധികം വൈകാതെ എൻ്റെ വലിയ കുടുങ്ങുക തന്നെ ചെയ്യും അവന്. അവനെ പിടികൂട്ടിണ്ട് അറിയാം, ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം അറിയാം. ജോസഫ് പറയാൻ പോയില്ല വിക്രം വേദയുടെ കൂടെ ഉണ്ടെന്ന്, ആരോടും പറയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടനും ജോസഫും അനിയൻകുട്ടനൊക്കെ വരുവാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞു, എന്നാലും വിക്രം ഇത് എവിടെയായിരിക്കും, അവൻ എന്തെങ്കിലും ആപത്ത് വന്ന് കാണുമോ? ജോസഫ് പറഞ്ഞു, അവൻ ആപത്തൊന്നും വരത്തില്ല, അവൻ എന്തായാലും സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ല, വേദ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേദയെ നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലെന്ന് രാജേട്ടൻ ചോദിക്കണം. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞേ, വേദയെ വിളിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല, അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫിന് പറയാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. കാരണം വേദ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാവില്ലോ എന്ന് കരുതിയിട്ട്. ഇതേ സമയത്ത് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് വേദയെ ചോദ്യം ചെയ്യണം, സത്യം പറ, നീ വിക്രത്തെ രക്ഷിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രത്തെയോ? ഞാനോ? അതെന്താ ശ്രീയേട്ട അങ്ങനെ ഒരു ചോദ്യം? അല്ല, അവനെ ഒളിവിൽ പോയിരിക്കുക, ഇനിയിപ്പം നിനക്ക് എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ട് അവനെ എവിടെയും നീ രക്ഷിച്ചോണ്ടേ വെച്ചിട്ടുണ്ടോന്ന്? ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ വിക്രത്തിൻ്റെ ആപത്ത് വരുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് രക്ഷിക്കാതിരിക്കാനും പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ സംശയം, ഇനി ഇവള് തന്നെയാണോ അത് ചെയ്തേന്ന്. അല്ല, എന്താ ശ്രീയേട്ട പുതിയതായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം പറച്ചിലൊക്കെ? ഒന്നുമില്ലാന്ന് പറയണം. ഇനി അവൻ എവിടെ പോയി ഒളിച്ചാലും ആ വാസവൻ്റെ ആൾക്കാർ വെറുതെ ഇരിക്കില്ല, വാസവനും വെറുതെ ഇരിക്കില്ല, അവനെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വിക്രം തെറ്റ് ചെയ്യാത്തടത്തോളം കാലം വിക്രത്തിന് പേടിക്കേണ്ട കാര്യമില്ല.
വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം പുറലോകം അധികം വൈകാതെ അറിയും. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ പുറത്ത് കൊണ്ടുവരും. അതിപ്പോൾ ശ്രീയേട്ടനാണെങ്കിലും ശരിയെന്ന് പറയാണ്. ഇത് കേട്ട ശ്രീകാന്ത് ഒരു ഞെട്ടലോടുകൂടി വേദയെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.